ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നിവിടുത്തെ ആളുകൾ നാട്ടുകാർ പറയുന്നത്. ആ നാട്ടുകാരെ കാണിക്കാതാണ്. പഴകിയ ഭക്ഷണം കൊടുത്തു എന്നുള്ള ആക്ഷേപങ്ങളും പരാതികളുമാണ്. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് നമ്മൾ ഈ പഴയ ഭക്ഷണം കൊടുത്തു എന്നല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ തൃക്കാക്കരയിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിരവധി ഹോട്ടലുകളിൽ ഇത് ഭക്ഷണം പിടിച്ചു. ഇപ്പം ശ്യാമിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കടയിൽ ഒരു ഉദ്യോഗസ്ഥരാണെന്ന രീതിയിൽ വന്ന് ഭക്ഷണം പിടിക്കാം, ഒരു പരാതി പുറത്ത് പിടിക്കാം. അത് പഴയതാണോ, അത് ഉപയോഗശൂന്യമാണോ, എങ്ങനെ നമ്മൾ കണ്ടെത്തും? അല്ല, ഞാൻ ചോദിച്ചത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നഗരസഭ അതുപോലെ ജില്ലാ ഹെൽത്ത് വിഭാഗമൊക്കെ ഉള്ളതല്ലേ? ഉണ്ട്. ഇതിൽ വേറൊരു കാര്യം, നഗരസഭയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭക്ഷണം പിടിച്ചെടുക്കാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിത് ലാബിലേക്ക് അയക്കാതോ ടെസ്റ്റിനൊന്നും പോകാതെ. ഞാൻ അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ഇപ്പൊ എൻ്റെ ഒരു ഹോട്ടലിൽ നിന്ന് വന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്ദേശിച്ച് പരിശോധന നടത്തി പഴകിയ ഭക്ഷണം പിടിച്ചു. സാധാരണ കണ്ടുവരുന്ന രീതി അതാണ്. ഇത് പിടിക്കുന്നത്, ഇതിന് അവർക്ക് അംഗീകാരമില്ല എന്നാണ് പറയുന്നത്. അതെ, അംഗീകാരമില്ലാത്തത് കൊണ്ടാണ് അവർ കേസെടുക്കാത്തത്. എത്ര കേസെടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ? ഒരു കേസ് കൊടുത്തിട്ടില്ല. നിയമപ്രകാരം എടുക്കുന്ന കേസ് എങ്ങനെ എടുക്കണ്ടേ? ഇത് നമ്മുടെ ലാബിലേക്ക് അയക്കണം ടെസ്റ്റിന് അയച്ചിട്ട് പിടിച്ചെടുത്ത സാധനത്തിന് സാമ്പിൾ ലാബിലേക്ക് ലാബിൽ അയച്ചാൽ മാത്രമേ അത് പഴയതാണോ പുതിയതാണോ, അത് കഴിക്കാൻ കൊള്ളാവുന്നതാണോ, അതിനകത്ത് ബാക്ടീരിയ നമ്മളെങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും? നമ്മളൊരു കടയിൽ കയറി അവിടുത്തെ ചിക്കൻ ഇത് പഴയതാണോ നമ്മളെങ്ങനെ കണ്ടെത്തും? അത് പറ്റില്ല ഒരിക്കലും. അതുകൊണ്ടാണ് നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ പരിശോധനകൾക്കും ഞങ്ങൾ തയ്യാറാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നഗരസഭ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പരിശോധന നടത്തി, ഇപ്പോൾ നഗരസഭയാവട്ടെ കോർപ്പറേഷൻ ആവട്ടെ പഞ്ചായത്താവട്ടെ ഇത്തരത്തിൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും പിഴ അടപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ. പിഴ അടപ്പിക്കുന്ന അവർ ഈ പഴയ ഫുഡ് കിട്ടിയതും പറഞ്ഞു എവിടെയും നിങ്ങൾ ഇതിനകത്ത് പരിശോധന ഫലങ്ങൾ കണ്ടെത്തി. അതുകൊണ്ടാണ് അത് ഇല്ല. ആ ഫുഡ് സേഫ്റ്റി അങ്ങനെ ചെയ്യാം. നഗരസഭ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ പരിശോധന നടത്തി, അവർ പറയുന്നത് നിങ്ങളുടെ ഹോട്ടലിൽ പഴകിയ ഭക്ഷണം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ ഹൈജീനിക്കിന്റെ കാര്യങ്ങളാണ്, അത് മാത്രമേ പറയൂ. അതാണല്ലാതെ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു എന്നുള്ള പത്രമാധ്യമങ്ങളിൽ അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർ നിയമപ്രകാരം ഇത് ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് റിപ്പോർട്ട് വെച്ചിട്ടാണ് അത് കേസ് വരെ ഉണ്ടല്ലോ. അല്ല, ഞാൻ തൃക്കാക്കര അടക്കം എറണാകുളം ജില്ലയിലടക്കം അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം നിയമപ്രകാരം ഇവർ ഒരു പ്രദർശനം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ പേഴ്സണൽ ടോക്കിൽ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നിവിടുത്തെ ആളുകൾ നാട്ടുകാർ പറയുന്നത്. ആ നാട്ടുകാരെ കാണിക്കാതാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഒരു പഴയ ഫുഡ് ഒരു സ്ഥാപനത്തിന് പിടിച്ചെന്ന് വരും? ഞാൻ ചോദിച്ചത്, അങ്ങനെ പിടിക്കാൻ അധികാരമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ചോദ്യം ചെയ്തു? ഒരു പരിധി വരെ ഇപ്പോൾ ചോദ്യം ചെയ്യാറുണ്ട്. ഈ നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർക്ക്, ആരോഗ്യ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ഫുഡ് സേഫ്റ്റിനെ അറിയിച്ച് അവർക്കാണ് ഈ സാമ്പിളിംഗ് എടുക്കാനുള്ള അധികാരമുള്ളൂ. കാക്കരയിലടക്കം അല്ലെങ്കിൽ ജില്ലയിലടക്കം കൊടുക്കുന്ന ഹോട്ടലുകാർ കൊടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നല്ലതാണെന്ന് അവകാശവാദമില്ല. കാരണം എനിക്കും പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലൊരു പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ പാലിക്കണം? ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ നഗരസഭ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ വിളിക്കാം, മുനിസിപ്പൽ സെക്രട്ടറിയായിട്ടും വിളിക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ജില്ലാ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ അറിയണമെന്നില്ല, സാധാരണക്കാരൻ അവർ നമ്പർ അറിയണമെന്നില്ല. അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ വിളിച്ചിട്ട് എനിക്ക് സംഭവം ഉണ്ടായി, അപ്പൊ വാർഡ് കൗൺസിലർ വിളിച്ചു അവർ വന്ന് പരിശോധിക്കണം. സാധാരണ ഞാൻ ചോദിക്കണം, അങ്ങനെ പരിശോധിച്ചിട്ട് എത്ര കേസ് തൃക്കാക്കര എടുത്തിട്ട് നിങ്ങൾ ചോദിച്ചു? ഒരു കേസ് കൊടുത്തിട്ടില്ല. അങ്ങനെ കേസ് എടുക്കാൻ പറ്റൂല. ഇത് പഴയ ഫുഡാണ് സ്ഥിരീകരിക്കണം, അതിന് ടെസ്റ്റ് വേണ്ടേ? ടെസ്റ്റിൽ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് പറയാൻ പറ്റും? വെറുതെ കൈ കൊണ്ട് തൊട്ട് ഇത് പഴയതെന്ന് പറയാൻ പറ്റില്ല. ഭക്ഷ്യവിഷബാധയേറ്റു മരിച്ചത് ഒരിക്കലും അത് ഭക്ഷ്യവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കാൻ കോടതിക്ക് പോലും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ആ സാധനം കോടതി തള്ളിപ്പോയത്. ആ കഴിച്ച സുപ്രീം കോടതി കിട്ടി. ഈ മരണം സംഭവിച്ചത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഈ കൊണ്ടുപോയ ഭക്ഷണം എപ്പോഴാണ് കഴിച്ചതെന്ന് ആർക്കറിയാൻ പറ്റും? പിറ്റേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിക്കുന്നത് രാവിലെ വൈകുന്നേരം കൊണ്ടുപോയ ഭക്ഷണമാണ്. അത് വെളുപ്പാങ്കാലത്ത് കഴിച്ചെന്ന് പറയണം. പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം അങ്ങനെ കഴിക്കാൻ പറ്റിയ ഫുഡല്ല അറിവൻ ഫുഡ്. നമ്മുടെ ദോശയോ സാമ്പാറോ കഴിക്കുന്ന പോലെയല്ല. അറിവൻ ഫുഡിന് മയോണീസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉള്ള ഫുഡുകൾ മാക്സിമം 2 മണിക്കൂറാണ് ഫുഡ് സേഫ്റ്റി പറയുന്നതും. ഞങ്ങൾ അസോസിയേഷൻ ഓൺലൈൻ ഫുഡ് ഡെലിവറിക്ക് വരുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് എത്തുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ഓൺലൈനിൽ നിന്ന് വരുന്ന ഫുഡ് നമ്മൾ ആ ടൈമിൽ വെച്ച് കഴിക്കാൻ പറയും? ഒരു സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഓൺലൈൻ കച്ചവടക്കാർ. ഇവർ ചിലപ്പോൾ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അടുത്ത
ഹോട്ടൽ ആ ഓർഡർ കൊടുത്ത് മൂന്നാമത്തെ കടയിൽ നിന്ന് അവിടെയും പോയി പല പല കടകളിൽ ഓർഡർ എടുത്ത് പോയി. അതിൻ്റെ കൂടെ നിങ്ങൾക്കറിയാമോ, ഒരു പ്രാവശ്യം ഒരു സ്വിഗ്ഗി സൊമാറ്റോ ഒരു എന്തോ ഒരു പോലീസ് ചെക്കിങ് എന്തോ ഒരു ചെക്കിങ് കറക്റ്റ് ഓർക്കുന്നില്ല, കോഴിയുടെ തല വരെ കിട്ടിയിട്ടുണ്ട്. കോഴി വേസ്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വേസ്റ്റ് വരി ഫുഡിനും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ സ്വിഗ്ഗി സൊമാറ്റോക്കാരെ ആരോഗ്യവകുപ്പ് എന്തുകൊണ്ട് പരിശോധിക്കില്ല? അവർ കൊണ്ടുവന്ന ബോക്സ് ഹൈജീനിക് ആണോ, അത് എത്രമാത്രം പിന്നെ സുരക്ഷിതമായിട്ടാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്? ആരോഗ്യവകുപ്പ് എവിടെയെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ട്? ഇന്നവരെ എവിടെയും ചെയ്തില്ല. അവരെയും പരിശോധിക്കണം. നമ്മൾ പറയുന്നില്ല, ഈ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കൃത്യസമയത്ത് ഈ സ്വിഗ്ഗിയോ സൊമാറ്റോയോ ഈ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നുണ്ടോ? അതിന് വേറൊരു ബാധ്യതയില്ല. ഇപ്പൊ നിങ്ങളുടെ ഹോട്ടലിൽ നിന്നും ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി ആയിട്ട് നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം ഇത്ര സമയത്തിനുള്ളിൽ, മിനിമം ഇത്ര സമയത്തിനുള്ളിലെങ്കിലും ഈ പറയുന്ന പോയിന്റിൽ എത്തിക്കണം, എത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും കൂടി ഒന്ന് വെരിഫൈ ചെയ്യില്ല. അതിൽ നമുക്ക് പിന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്കേ പറ്റുള്ളൂ. നമ്മളിടുന്ന 12 മണിക്ക് എടുത്തുകൊണ്ട് വന്നൊരു ഫുഡ് 2 മണിക്കൂർ അതിനകത്ത് എക്സ്പയറി ഡേറ്റ് നമ്മൾ കൊടുക്കും, എക്സ്പയറി ടൈം കൊടുക്കുന്നുണ്ട്. ആ ടൈമിനുള്ളിൽ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യണം. സ്വിഗ്ഗി സൊമാറ്റോ കംപ്ലയിൻറ്റ് ഇവിടെ പിക്കപ്പ് ചെയ്യുന്ന ടൈം അവർക്ക് കിട്ടും, പിക്കപ്പ് ചെയ്യുന്ന ടൈം കിട്ടും. അവിടെ കൃത്യമായിട്ട് എത്തുന്നില്ലെങ്കിൽ ഈ അറേബ്യൻ ഫുഡുകളല്ലാതെ കഴിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഓർഡർ ചെയ്താലോ കൊണ്ടുപോകാനോ കഴിക്കുന്നതിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. 2 മണിക്കൂർ അതെ. ഈ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്, മിക്ക കടകളിലും നോക്കുമ്പോൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ടാവും. സ്റ്റിക്കർ ചെയ്തിട്ട് തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ ആശയം വന്നിട്ട് ഈ പറഞ്ഞ പോലെ സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും അതിന്റെ ബന്ധപ്പെട്ട മാനേജർമാരോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തുമോ അല്ലെങ്കിൽ ചെയ്തിട്ട് ഇല്ല. അവർക്ക് പലപ്പോഴും ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു ഇത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനോടും അതേപോലെ തന്നെ ഞങ്ങളുടെ മെമ്പറുമായ അംഗങ്ങളോട് രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്, നമ്മൾ പാർസൽ എടുക്കുന്ന ഫുഡ് 2 മണിക്കൂർ കൂടുതൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം. പരാതികളും ആക്ഷേപങ്ങളും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ഹോട്ടല്, ഇപ്പൊ നിങ്ങളുടെ ഹോട്ടലിന് ഏതെങ്കിലും ഒരു ഫുഡ് ഡെലിവറി ആയിട്ട് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, നമുക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷേപമുണ്ട്, അത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. നടത്തിയിട്ടത് മാത്രമല്ല, ഇത് പലപ്പോഴും ഈ കമ്പനികൾ ഇത് അറിയുന്നില്ല. ഈ കൊണ്ടുപോകുന്ന ആളുകൾ ചില സമയത്ത് അവർക്ക് വേറെന്തെങ്കിലും വേറൊരു ഞാൻ പറയുന്ന കൊണ്ടുപോകുന്ന ഡെലിവറി ബോയ് ആയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അല്ല കമ്പനി ഇതൊരു പരിധി വരെ ഇത് നോക്കി കണ്ടെത്താൻ കസ്റ്റമേഴ്സിനും പറ്റുള്ളൂ. അവർക്കറിയാം ഇത് അവിടുന്ന് പിക്ക് ചെയ്ത ടൈമെല്ലാം അവർക്കറിയാൻ പറ്റും. അവിടുന്ന് ഫുഡ് കൊടുത്ത ടൈം അറിയാമല്ലോ. ബില്ലടിക്കുന്ന ടൈമാണ് ഏകദേശം ഫില്ലടിക്കുന്നതും പിക്ക് ചെയ്യുന്ന ടൈം ഒരു 5 മിനിറ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ ആരോഗ്യവിഭാഗം നടത്തിയ പരിശോധനയിൽ നിരവധി പറഞ്ഞ പോലെ കണ്ടെത്തി എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നു അങ്ങനെ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പരിശോധന നടത്തിയിട്ട് ഇത് പഴകിയ ഫുഡാണെന്ന് കണ്ടെത്താനോ അവർക്ക് യാതൊരു രീതിയിലുള്ള അവകാശമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അതെ, ചെയ്യാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പൊ തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അടക്കം പരാതിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ചട്ടലംഘനമാണ്. പരാതിയായിട്ടല്ലാതെ നമ്മൾ അവിടെ പലപ്പോഴും പോയി നേരിട്ട് കണ്ടിട്ട് റിട്ടേൺ പരാതിയായിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ നേരിട്ട് കണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരിശോധന നല്ലതാണ്. ആ പരിശോധന നിയമാനുസൃതമായുള്ള പരിശോധനയും മറ്റു കാര്യങ്ങൾ ചെയ്തോളൂ. അതല്ലാതെ ഇതെല്ലാം എടുത്തുകൊണ്ടൊന്ന് ചാനലുകാരും പത്രക്കാരെയൊക്കെ വിളിച്ച് അത് പ്രദർശിപ്പിക്കാൻ നിയമപ്രകാരം ഇന്ന് അവർക്ക് പാടിയത് ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. 2 കാര്യമുണ്ട് അതിന്. നമ്മളെ നാട്ടിലോട്ട് വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തം ഈ മീഡിയ എന്ന് പറയുന്ന ലോകം മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരെല്ലാം എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കുന്ന ഫുഡുകളെല്ലാം പഴയതാണ്. ഇവിടെ ടൂറിസ്റ്റുകളുടെ വരവ് തന്നെ കുറയും. മറ്റൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ മീഡിയകളും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇല്ലാതാക്കിയാണ്. അതിന് ഉത്തരവാദി പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാരാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് പഴകിയ ഫുഡോ ഏതെങ്കിലും രീതിയിലുള്ള ഫുഡ് അങ്ങനെ കണ്ടുപിടിക്കുകയോ അത് നിയമാനുസൃതമായിട്ട് ആ സ്ഥാപനത്തിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കാര്യമുണ്ട്. പഴകിയ ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകൾ ഇപ്പോൾ താങ്കളുടെ അടക്കം ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ജനങ്ങളും കൂടി അറിയണ്ടേ? അല്ല, ജനങ്ങൾ അറിയുന്ന നമ്മുടെ നാട്ടിലെ ബിസിനസിനെ ബാധിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുത്തു, നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ട് കിച്ചണൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോട്ടലുകൾ ഉണ്ട്. നമുക്ക് അളകാവി അടക്കം ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ അത്തരത്തിൽ പോകുന്ന ഹോട്ടലുകൾ പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഇപ്പുറത്ത് ഇതുപോലെ പരാതികൾ വരുന്ന നിരവധി ഹോട്ടലുകൾ. അതാ ഞാൻ പറഞ്ഞത്, അത്തരത്തിൽ ഹോട്ടലുകളിൽ നിന്നും മോശമായ രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ
അത് പബ്ലിക്, അതായത് ഇപ്പൊ ഞാൻ ഒരു ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്നത് ഞാൻ പൈസ കൊടുത്തിട്ടാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന പൈസക്ക് കിട്ടുന്ന സാധനം പരിശുദ്ധമാണോ അല്ലെങ്കിൽ അത് കഴിക്കാവുന്നതാണോ എന്ന് എനിക്കും ഒരു ഉറപ്പ് വേണ്ടേ? അതാ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താന്ന് മാത്രമേ അതിനകത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാർഗമാണ്. ഞങ്ങൾ പറയുന്നത് എന്താ, പഴയ ഫുഡ് കൊടുക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കോ. അപ്പം അത് നിയമപ്രകാരമായിരിക്കണം. വെറുതെ പോയിട്ട് നാളെ ഇതൊക്കെ പഴയ ഫുഡാണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാനല്ല ഞാൻ പറയുന്നത്. നിയമപ്രകാരം അത് ടെസ്റ്റ് ചെയ്ത് മദർസ് എഴുതി സാക്ഷിയുടെ ഉൾപ്പെടെ ടെസ്റ്റ് ചെയ്ത് ലാബിൽ അയച്ച് അത് പഴയ ഫുഡാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന പഴയ ഭക്ഷ്യ സാധനങ്ങളാണെന്ന് ഉറപ്പ് വരുത്താൻ ഈ ഉദ്യോഗസ്ഥന് പറ്റണം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കാൻ പറ്റും. ഏതെങ്കിലും സ്ഥാപനത്തിന് കേസെടുത്തിട്ടില്ല, ഒരു കേസും ഇല്ല. എന്താ ചെയ്യുന്നത്? ഫൈൻ കൊടുക്കുന്നുണ്ട്. ഫൈൻ കേസല്ലല്ലോ. കേസ് എന്ന് പറഞ്ഞത് ആ കേസ് തീരാതെ ചില സമയത്ത് ഒരു സ്ഥാപനം പോലും തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിൽ കൃത്യമായി ഒരു കേസ് എടുത്താൽ ആ കേസ് കഴിയുന്നത് വരെ ആ ഹോട്ടൽ തുറക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതെ അതെ. ഈ പഴയ കാലമൊന്നുമല്ല. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡുകളെല്ലാം ഈ ഫ്രോസൺ ഫുഡുകളും മറ്റും മാഗ്നേറ്റ് ചെയ്ത ഫുഡുകളെല്ലാം ഫ്രീസറിൽ നല്ല രീതിയിൽ സൂക്ഷിക്കാം. -18 ഡിഗ്രി താഴെയുള്ള സൂക്ഷിക്കാം. പഴയ പോലെ നമുക്ക് അന്നേരം എടുത്ത് ചൂട് അങ്ങനെയുള്ള സിസ്റ്റം, ആ സിസ്റ്റം, ആ കൾച്ചറെ മാറി.